എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു MP എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രതികരണത്തിന് പോലും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. നമ്മൾ വളരെ ആവേശഭരിതനായി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കൈയൊക്കെ കടിക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ ലോക്സഭയിലെ മറ്റേ സൺസദ് ടിവിയുടെ വിഷ്വലിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇത് പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. എനിക്കത് കണ്ടപ്പോ ഓർമ്മ വന്നു വെച്ച് കഴിഞ്ഞാല് ഇതിനു മുമ്പോട്ടൊരു പാർലമെന്റിലെ പ്രസംഗം നമ്മൾ കണ്ടതാണ് കനിമൊഴി. അതെ, സുരേഷ് ഗോപിയോട് ഞങ്ങള് കേരളത്തെയും തമിഴ്നാടിനെയും എല്ലാം സാമ്പത്തികമായിട്ട് ചുരുക്കിയാണെന്ന് പറഞ്ഞപ്പോ സുരേഷ് ഗോപി ഇങ്ങനെ കൈമലർത്തി കാണിച്ചു. അത് ഭയങ്കര വിവാദമായിരുന്നു. കാരണം കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു MP ആണ്, അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് വേണം, കേരളത്തെ പറ്റി പറയുവാനൊരു സ്റ്റാൻഡ് വേണം. അപ്പൊ കേരളത്തോടാണ് അദ്ദേഹം നീതി പുലർത്തേണ്ടത്, അല്ലാതെ BJP എന്നൊരു സംഘടനയോട് മാത്രമല്ല, BJP-ക്കാർ മാത്രമല്ല സുരേഷ് ഗോപി കൂട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ഇത് എനിക്ക് തോന്നുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വീണ്ടും BJP-യുടെ അക്കൗണ്ട് 0 എന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള BJP-യുടെ പ്ലാൻ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം സുരേന്ദ്രൻ പറയുന്നു കഴിഞ്ഞ 11 വർഷങ്ങളിൽ ഏറ്റവും മികച്ച ബഡ്ജറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഏറ്റവും മികച്ച ബഡ്ജറ്റിന് കേരളത്തിന് എന്ത് കൊടുത്തു?